വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഏറ്റവും പവർഫുള്ളായ പൾസർ എന്ന് പറയുന്ന ടാഗ് ലൈനിലായിരുന്നു നമ്മുടെ NS400 വന്നുകൊണ്ടിരുന്നത്. വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ. ഇപ്പം ബജാജ് അതിന് പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാണ്. ഓൾറെഡി പവർഫുള്ളായിരുന്ന വണ്ടി ഇപ്പം പിന്നെയും പവർഫുള്ളായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ വന്ന മാറ്റങ്ങളെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ വന്ന മാറ്റങ്ങൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തൊരു മാറ്റം പറയാനുള്ള ടയേഴ്സിലാണ്. നേരത്തെ സ്റ്റോക്കായിട്ട് വന്നുകൊണ്ടിരുന്നത് MRF ടയേഴ്സായിരുന്നു. അത് മാറിയിട്ട് ഇപ്പം അപ്പോളോയുടെ H1 എന്ന് പറയുന്ന ടയറാണ് വന്നേക്കുന്നത്. അപ്പോളോ ആൽഫ H1 എന്ന് പറയുന്ന ടയേഴ്സാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ 110 സെക്ഷനും റിയറിൽ 150 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബ്രേക്കിംഗ് നല്ലപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സിൻഡഡ് ബ്രേക്ക് പാഡുകളാണ് ഇപ്പോൾ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഡിസൈനിലൊന്നും കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എങ്കിലും ആ റേഡിയേറ്ററിൻ്റെ കൗളിൽ ചെറിയൊരു റീഡിസൈൻ കൊണ്ടുവന്നെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് കാഴ്ചയൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും അതിന് ചെറിയൊരു റീഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നല്ലപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് വണ്ടിയുടെ ആ ഒരു ഹീറ്റൊക്കെ പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റൈഡറിൻ്റെ കാലിലൊന്നും ഹീറ്റ് അടിക്കാത്ത രീതിയിലാണ് അതിപ്പോൾ റീഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ നിർത്തും കുറച്ചുകൂടെ കംഫോർട്ട് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ മെയിൻ മാറ്റം വന്നേക്കുന്നത് എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസിലാണ്. നേരത്തെ 40 PS മാത്രമേ ഈ ഒരു വണ്ടിക്ക് പവർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 43 PS ഇതിൻ്റെ പവർ വന്നേക്കുന്നത്. അതായത് ഏകദേശം 3 PS പവറാണ് അവർ കൂട്ടിയേക്കുന്നത്. അത് പെർഫോമൻസിൽ നല്ലപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇപ്പം വണ്ടിയുടെ വാൽവൊക്കെ അവരൊന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈമിങ്ങിലും ഇൻടേക്കിലൊക്കെ അവർ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫോർജ്ഡ് പിസ്റ്റൻസ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ എഞ്ചിനിൽ കുറേ മാറ്റം വരുത്തിയാണ് വണ്ടിക്ക് ഇത്രയും പവറും പെർഫോമൻസൊക്കെ അവർ കൂട്ടിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 0 to 60 അച്ചീവ് ചെയ്യാണ്ട് ഇപ്പം 2.7 സെക്കൻഡ് സമയം മതി. അതായത് നേരത്തെക്കാളും 0.5 സെക്കൻഡ് നേരത്തെ ഇപ്പം 0 to 60 അച്ചീവ് ചെയ്യും. അതേപോലെ തന്നെ 0 to 100 നോക്കുകയാണെങ്കിൽ 6.4 സെക്കൻഡ് മാത്രം സമയം മതി. നേരത്തെക്കാളും 1.1 സെക്കൻഡ് ഫാസ്റ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ടോപ്പ് സ്പീഡിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ക്ലെയിംഡ് ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 157 km/h ആണ് ക്ലെയിംഡ് ടോപ്പ് സ്പീഡ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390ക്ക് ഏറ്റവും പുതിയ ഡ്യൂക്ക് 390ക്ക് 0 to 100 അച്ചീവ് ചെയ്യാനായിട്ട് 5.9 സെക്കൻഡോളം സമയം മതി. നമ്മുടെ പൾസർ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.4 സെക്കൻഡ് വേണം. രണ്ട് വണ്ടിയും തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം 1 ലക്ഷം രൂപ കുറഞ്ഞു കൊടുത്താലും ഏകദേശം നമുക്ക് ആ ഡ്യൂക്ക് 390 അത്രയും പെർഫോമൻസ് ഉള്ള ഒരു പൾസറാണ് കിട്ടുന്നത്, അതും ഈ ഒരു കുറഞ്ഞ വിലയിൽ. പിന്നെ ബോഷുമായിട്ട് കോ ഡെവലപ്പ് ചെയ്ത ഒരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് വന്നെങ്കിലും വണ്ടിയുടെ വിലയിൽ കാര്യമായിട്ട് കൂടുതലൊന്നും വന്നിട്ടില്ല. 10,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഏകദേശം വണ്ടിയുടെ വില കൂട്ടുള്ളൂ. ഇപ്പോഴത്തെ എക്സ്-ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.92 ലാഖാണ് വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.